നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രക്തപര്യന വ്യവസ്ഥയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ 1-2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റം. ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. എന്താണ് ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത്? ശ്വസന വ്യവസ്ഥ അതായത് നമ്മുടെ അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജനെ അല്ലെങ്കിൽ ഭാവിയിലെ ഓക്സിജനെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജനെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ശ്വസന വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം പ്രധാന ഭാഗമാണ് ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് എന്ന് പറയുന്നത്. ശ്വസന വ്യവസ്ഥയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ പ്രധാന ഭാഗമാണ് ഏത്? ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലങ്സ് എന്താണ്, അല്ലെങ്കിൽ ലങ്സിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ വായുവിൻ്റെ സഞ്ചാരപാത എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞു, ശ്വസന വ്യവസ്ഥ എന്താണ്? അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജനെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം എന്ന് പറയുന്നത്. പേശികളില്ല, എന്താണ്? പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് എന്ന് പറയുന്നത്. നമ്മൾ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ പണ്ട് തിയേറ്ററിലൊക്കെ ഇത് സിനിമ തുടങ്ങണതിനേക്കായി മുന്നേ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ പറയാറുണ്ട് അല്ലേ, ഈ എന്താണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നും പറഞ്ഞുകൊണ്ട് അല്ലേ. അപ്പം എന്താണ്, ഈ പേശികളില്ലാത്ത അവയവമാണ്, നോട്ട് ചെയ്യുക, പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് എന്ന് പറയുന്നത്. ഇനി ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി, രണ്ടും ശരിയാണ്. ഓക്കെ, ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണ് പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജനെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം, അതിപ്രധാന ഭാഗമാണ് ശ്വാസകോശം. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണ് പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിവിടെ നോക്കാം, ഈ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്താ? മൂക്ക് മുതൽ മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ എന്നിവയാണ് ഈ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ എന്നിവയാണ് ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ നമ്മുടെ ഈ നാസാദ്വാരം, ഫസ്റ്റ് നമ്മൾ ശ്വസന വ്യവസ്ഥയുടെ മൂക്ക് അല്ലെ, മൂക്കിന്റെ ഏറ്റവും ഈ 2 ഹോള് കണ്ടില്ലേ, ഇതിനാണ് എന്തെന്ന് പറയുന്നത്? നാസാദ്വാരം എന്ന് പറയുന്നത്. ഈ നാസാദ്വാരം മുതൽ വായു അറ വരെയുള്ള ആ വായുവിന്റെ സഞ്ചാരപാതയ്ക്കാണ് ശ്വസനപഥം എന്ന് പറയുന്നത്. എന്താണ് ശ്വസനപഥം? നാസാധാരം മുതൽ വായു അറ വരെയുള്ള ആ വായുവിൻ്റെ സഞ്ചാരപാതയ്ക്കാണ് നമ്മൾ ശ്വസനപഥം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഇനി പഠിക്കാം. ഞാൻ നേരത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട്, നമ്മൾ സയൻസ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ പിക്ചറൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കാണാതെ പഠിക്കുന്നതിനേക്കാളും എപ്പോഴും നമ്മൾ ഓർമ്മയിൽ നമുക്ക് ആ കാര്യം തങ്ങി നിൽക്കും അല്ലേ. ഒരു സിനിമ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കും. എന്നാൽ അതിൻ്റെ നമ്മൾ ഓഡിയോ ആണ് നമ്മൾ കേൾക്കുന്നത്, ശബ്ദരേഖയൊക്കെയാണ് നമ്മൾ അതിൻ്റെ കേൾക്കുന്നതെങ്കിൽ നമുക്ക് അത്ര ഇതല്ല അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക്, അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ എപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ നമ്മൾ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പിക്ചറൈസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓരോ ഭാഗങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഈ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ അല്ലേ?
ഇപ്പൊ നമ്മൾ പഠിക്കുന്ന മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോർമൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്താ നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് അത്യാവശ്യമാണ് അല്ലേ. അങ്ങനെ അതൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ കുറേ രോഗങ്ങളിൽ നിന്നും ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ശ്വസന വ്യവസ്ഥയുടെ തുടങ്ങുന്നത്, അതിൻ്റെ ഫസ്റ്റ് ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇതാണ് നാസാദ്വാരം. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇവിടെ നാസാദ്വാരം. ഈ രണ്ട് ടിപ്പ് നമുക്ക് ദ്വാരം കാണാൻ പറ്റും അല്ലേ. എന്താണ് നാസാദ്വാരം എന്ന് പറയുന്നത്? ശ്വസനവാതകങ്ങൾ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ഭാഗമാണ്. എന്താണ്? ശ്വസനവാതകങ്ങൾ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ഭാഗമാണ് ഏത്? നാസാദ്വാരം എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ നോസ്ട്രിൽ എന്ന് പറയും. എന്താണ്? നോസ്ട്രിൽ. ഓക്കെ, നാസാദ്വാരം അല്ലെങ്കിൽ നോസ്ട്രിൽസ് എന്താണ് ചെയ്യുന്നത്? ശ്വസനവാതകങ്ങൾ അകത്തേക്കും പുറത്തേക്കും പോകുന്നത് ഏത് വഴിയാണ്? ഈ നാസാദ്വാരം അല്ലെങ്കിൽ നോസ്ട്രിൽസ് വഴിയാണ്. ഇനി നോക്കുക അടുത്ത നെക്സ്റ്റ്. ഈ നാസാദ്വാരത്തിനെ ഫോളോ ചെയ്ത് പുറകിലായിട്ട് വരുന്ന ഭാഗമാണ് നാസാഗഹ്വരം. എന്താണ്? നാസാഗഹ്വരം എന്ന് പറയുന്നത് നേസൽ ക്യാവിറ്റി. എന്താണ്? നേസൽ ക്യാവിറ്റി. അതായത് ഈ നാസാഗഹ്വരം എന്ന് പറയുന്നത് നമ്മുടെ നാസാദ്വാരത്തിനെയും ഗ്രസനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. അതിനെ തമ്മിൽ നാസാദ്വാരത്തിനെയും ഗ്രസനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഏത്? നാസാഗഹ്വരം എന്ന് പറയുന്നത്. കിട്ടിയോ? അതിന് ഇംഗ്ലീഷ് പേരെന്താണ്? നേസൽ ക്യാവിറ്റി എന്ന് പറയും. എന്താണ്? നേസൽ ക്യാവിറ്റി. ഇപ്പൊ ചിലരുടെ മനസ്സിൽ തോന്നിക്കാണും എന്താണ് ഗ്രസനി? ഗ്രസനി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ അന്നനാളവും ശ്വാസനാളവും അല്ലെ. ഈസോഫാഗസും എന്താണ് നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയൻ തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിനാണ് ഗ്രസനി എന്ന് പറയുന്നത്. എന്താണ്? അന്നനാളവും ഈ ശ്വാസനാളവും രണ്ട് കുഴല്. ഓക്കെ, അതിൻ്റെ ഒരു ഭാഗത്ത് അന്നനാളം, ഒരു ഭാഗത്ത് ശ്വാസനാളം. ഈ രണ്ടും തുടങ്ങുന്ന ആ സ്റ്റാർട്ടിംഗ് പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രസനി. അപ്പൊ എന്താണ് നാസാഗഹ്വരം എന്ന് പറഞ്ഞാൽ? നാസ ഈ ദ്വാരത്തിനെയും ഗ്രസനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് നാസാഗഹ്വരം അല്ലെങ്കിൽ നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നോക്കി അറിയാം കുറെ ഹെയർസ് ഉണ്ട്, നേസൽ ഹെയർസ് ഉണ്ട്, രോമങ്ങളുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരു മ്യൂക്കസ് പോലെ ഇങ്ങനെ ശ്ലേഷ്മം, ഓക്കെ, മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം കാണാം. അതിനകത്തൊരു വഴുവഴുപ്പുള്ളത് ഭാഗം ഇത് കാണാം നമുക്ക്. അതിനാണ് എന്തെന്ന് പറയുന്നത്? ശ്ലേഷ്മം എന്ന് പറഞ്ഞാൽ. അപ്പം നേസൽ ക്യാവിറ്റിയിൽ എന്താ ഉള്ളത്? അവിടെ ശ്ലേഷ്മവും പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞ നേസൽ ഹെയർസും രോമങ്ങളും ഉണ്ട്. ഇതെന്തിനാ? നമ്മൾ ശ്വസിക്കുന്ന വായു അത്ര പ്യുവർ വായു ആണോ? ഇല്ല അല്ലേ. അതിൽ കുറേ എന്തുണ്ട്? ബാക്ടീരിയകൾ, പൊടിപടലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നേരെ ഡയറക്റ്റ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കടക്കാതെ, അകത്തേക്ക് കടക്കാതെ സഹായിക്കുന്നവരാണ് ഈ ഹെയർസും, നേസൽ ഹെയർസും ശ്ലേഷ്മവും. അകത്തേക്ക് കടത്തിവിടാതെ ഒരു പരിധി വരെ നമുക്ക് അവിടെ തടഞ്ഞു നിർത്താൻ പറ്റും. നമ്മൾ മൂക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പൊടിയൊക്കെ കാണാം. അത് അകത്തേക്ക്, ആ വായു കൂടെ അകത്തേക്ക് പോകുന്ന ആ പൊടിപടലങ്ങളെയും ബാക്ടീരിയയൊക്കെ തടഞ്ഞു നിർത്തുന്നു. അപ്പം എന്താ ഉള്ളത് അവിടെ? നാസാഗഹ്വരത്തിൽ എന്തുണ്ട്? ശ്ലേഷ്മവും പിന്നെ അതുപോലെ തന്നെ നേസൽ ഹെയർസ്, രോമങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ നാസാഗഹ്വരം കഴിഞ്ഞു. ഇനി അതിന് ഫോളോ ചെയ്ത് അതിന് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് ശ്വസന നാളം അല്ലെങ്കിൽ ട്രക്കിയ. ഇവിടെ തുടങ്ങി നോക്കുക നിങ്ങൾ. ശ്വസനനാളം അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറയുന്നത്. ശ്വസനനാളം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഈ കൊഴല് പോലെ കാണുന്നത്. ഈ ശ്വസനനാളം എന്ന് പറയുന്നത് സി ആകൃതിയിലുള്ള, ഇംഗ്ലീഷ് ലെറ്റർ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ്. എന്താണ്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് ശ്വാസനാളം.
സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ ബലപ്പെടുത്തിയിട്ടുള്ള ഭാഗം. എന്തിനാ അത് അങ്ങനെ ചെയ്തേക്കുന്നത്? ഇപ്പം നമ്മളൊരു ബലൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ വീർപ്പിക്കുകയാണ്, എയർ അകത്തേക്ക് പോകുമ്പോൾ അത് വീർക്കും. ഇപ്പം നമ്മൾ തിരിച്ചിങ്ങനെ അകത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ചുരുങ്ങിപ്പോവും. അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ ശ്വാസനാളത്തിൽ കൂടെ എയർ അകത്തേക്ക് പോകുമ്പോൾ ഓക്കെ അത് വികസിക്കും. എന്നാൽ എയർ പുറത്തേക്ക് പോകുമ്പോൾ അത് ചുരുങ്ങിപ്പോകാതിരിക്കാനാണ് എന്ത് വെച്ചേക്കുന്നത്? അവിടെ സി ആകൃതിയിലുള്ള തരുണാസ്ത്രീ വലയങ്ങളാൽ ബലപ്പെടുത്തി അവിടെ വെച്ചേക്കുന്നേ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് നമ്മൾ ശ്വാസനാളം എന്ന് പറഞ്ഞ? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിട്ടുള്ള ഒരു നീണ്ട കുഴലാണ് ശ്വാസനാളം. ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇതുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സാധാരണയായിട്ട് നമുക്ക് ഈ ശ്വാസനാളത്തിലേക്ക് പോകാറില്ല അല്ലേ? കഴിക്കുന്ന ഭക്ഷണം നമുക്ക് അന്നനാളത്തിൽ കൂടിയാണ് പോകുന്നത് അല്ലേ, ഉദരാശയത്തിലേക്ക് പോകുന്നത്. എന്നാൽ നമ്മൾ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ശ്വാസനാളത്തിലേക്ക് പോകാറില്ല. അവിടെ ഹെൽപ്പ് ചെയ്യണ ഒരാളാണ് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ ശ്വാസനാളത്തിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്ന സഹായിക്കുന്ന ആളാണ് ക്ലോമപിദാനം. എന്താണ്? ക്ലോമപിദാനം. ഇംഗ്ലീഷിലാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തെ ശ്വാസകോശത്തിലേക്ക് ആ ശ്വാസനാളത്തിലേക്ക് കടന്നു പോകാതിരിക്കാൻ, കടത്തി വിടാതെ അവിടെ തടഞ്ഞു നിർത്തുന്ന ആളാണ് ആര്? ക്ലോമപിദാനം, അല്ലെങ്കിൽ എന്ത് പറയാം? എപ്പിഗ്ലോട്ടിസ്. നമ്മളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ആളാരാണ്? നമ്മുടെ പിതാവാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ ആഹാരം ഈ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സഹായിക്കുന്നത് ആരാണ്? ക്ലോമപിദാനം. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫെമിലിയർ ആയിട്ട് ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്യുക. പിതാവ്, പിദാനം അല്ലേ? പിതാവ്, പിദാനം. അപ്പൊ ആ പേര് മറക്കോ? ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാലും 2 ദിവസം കഴിഞ്ഞാലും നിങ്ങൾ ആ പേര് ഓർത്തിരിക്കും അല്ലേ? ക്ലോമപിദാനം, പിദാനം. അപ്പൊ പിതാവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ് വേർഡ്, ക്ലോമപിദാനം. ഇനി നെക്സ്റ്റ് നോക്കുക. അപ്പൊ എയർ എവിടെ വരെ എത്തി? ആദ്യം നാസ്വാധാരത്തിൽ നിന്ന് നാസ്വാഗഹരം വഴി ശ്വാസനാളത്തിൽ എത്തി നിൽക്കുവാണ് അല്ലേ? ശ്വാസനാളത്തിൽ എയർ എത്തി. ഇനി ഈ ശ്വാസനാളം നോക്കി, ഇവിടെ നിങ്ങൾ ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ശ്വാസനാളം എന്താണ്? ഇവിടെ എത്തുമ്പോഴേക്കും 2 ശാഖകളായി തിരിയുകയാണ് അല്ലേ? ഈ ശ്വാസനാളം 2 ശാഖകളായി തിരിയുന്നു. ഈ വലിയ ശാഖകളെയാണ് നമ്മൾ ശ്വസനി എന്ന് പറയുന്നത്. എന്താണ്? ശ്വസനി അല്ലെങ്കിൽ ബ്രോങ്കസ്. ഇംഗ്ലീഷിൽ പറയുന്നത് ഏതാ? ബ്രോങ്കസ് അല്ലെങ്കിൽ ശ്വസനി എന്ന് പറയുന്നത്. അപ്പൊ ശ്വാസനാളം 2 ശാഖകളായി തിരിയുന്ന ആ വലിയ ശാഖ, ആ 2 ബ്രാഞ്ചിനെയാണ് നമ്മൾ ശ്വസനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രോങ്കസ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഈ ശ്വസനി വീണ്ടും ഈ ശ്വാസകോശത്തിലേക്ക് കയറി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? വീണ്ടും അവിടെ ബ്രാഞ്ചുകളായി തിരിയുന്നുണ്ട് അല്ലെ? വീണ്ടും ശാഖകളാകുന്നുണ്ട്. ഈ ശ്വസനിയുടെ ശാഖകളെയാണ് നമ്മൾ ശ്വസനിക. എന്താണ്? ശ്വസനിക അല്ലെങ്കിൽ ബ്രോങ്ക്യോൾ എന്ന് പറയുന്നത്. ശ്വസനിക അല്ലെങ്കിൽ ബ്രോങ്ക്യോൾ. അപ്പൊ ശ്വസനിയുടെ ശാഖകളാണ് ഏത്? ശ്വസനിക. ശ്വസനിക അല്ലെങ്കിൽ ബ്രോങ്ക്യോൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, ഈ ശ്വസനിക അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ശ്വസനിയുടെ അഗ്രശാഖകളാണ് അല്ലെ? ഈ ശ്വസനി വീണ്ടും ശാഖകളായി തിരിയുന്നതിനെയാണ് നമ്മൾ ശ്വസനിക എന്ന് പറയുന്നത്. ഇനി ശ്വസനിയുടെ അറ്റത്തേക്ക് വരിക നമ്മൾ. ഈ ശ്വസനിയുടെ അഗ്രഭാഗത്ത് എന്തുണ്ട്? വായു അറകളുണ്ട്. എന്താണ്? വായു അറകൾ അല്ലെങ്കിൽ ആൽവിയോളകൾ. എന്തെന്നാ പറയണേ? വായു അറകൾ അല്ലെങ്കിൽ ആൽവിയോളകൾ. കണ്ടോ, ഒരു മുത്തുമുത്ത് പോലെ ഇതിന്റെ ടിപ്പി കണ്ടോ? വായു അറകളാണത്. അപ്പൊ ശ്വസനികയുടെ അറ്റത്ത് എന്തുണ്ട്? വായു അറകൾ അല്ലെങ്കിൽ ആൽവിയോളകൾ ഉണ്ട്. ഇതിന്റെ ഇവിടെ ശ്രദ്ധിക്കുക, ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ ഒരു സ്തര അറയാണ്. ഓക്കെ, ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറയാണ്
ഏത് ആൽവിയോളുകൾ അല്ലെങ്കിൽ വായു അറകൾ എന്ന് പറയുന്നത്. ഈ വായു അറകളെ പൊതിഞ്ഞ് നമുക്ക് രക്തലോമികളെ കാണാം. വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്തലോമികളുണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഈ വായുവിൽ 21% അത് കൂടുതൽ ഓക്സിജന്റെ അളവ് കൂടുതലാണ് അല്ലേ. അപ്പൊ ഈ ഓക്സിജൻ കൂടുതലുള്ള ഓക്സിജൻ അവിടെ വായു അറകളിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രോസസ്സ് നടക്കും, ഡിഫ്യൂഷൻ എന്ന് പറയും. എന്താണ്? കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അതായത് ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അപ്പൊ ഈ വായു അറകൾ അല്ലെങ്കിൽ ആൽവിയോളുകളിൽ ഓക്സിജൻ കൂടുതലാണ് അല്ലേ. അപ്പൊ അവിടെയുള്ള ഓക്സിജനെ എങ്ങോട്ട് കൊടുക്കും? ആ സ്ഥല അറകൾ വഴി ഡിഫ്യൂഷൻ പ്രോസസ്സിലൂടെ എങ്ങോട്ടാ കൊടുക്കുന്നേ? അത് രക്തലോമികളിലേക്ക് കൊടുക്കും. അപ്പൊ രക്തലോമികളിൽ നിന്ന് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ വായു അറയിലേക്കും കൊടുക്കും. അവിടെ ഒരു എക്സ്ചേഞ്ചാണ് നടക്കുന്നത്. ഓക്സിജൻ കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന് വായു അറയിലേക്ക് വരും. അത് നിശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇതാണ് ശരിക്കും നമ്മുടെ ശ്വസന പ്രക്രിയ. ശ്വസന വ്യവസ്ഥയുടെ ഭാഗത്തിൽ നമുക്ക് ശ്വസന പ്രക്രിയ, ശ്വസനം എന്ന് പറയാം നമുക്കിതിനെ. എന്താണ്? ശ്വസനം. അപ്പോൾ ഈ വായു അറകളിൽ നമ്മൾ ഓക്സിജൻ വന്ന് അല്ലേ, കൂടുതൽ വായു വന്നു, അതിൽ കൂടുതൽ ഓക്സിജനാണ് കൂടുതൽ. അതിനെ കവർ ചെയ്തിരിക്കുന്ന ആ രക്തലോമികളിലേക്ക് ഓക്സിജനെ കൊടുത്തിട്ട് ഡിഫ്യൂഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ വായു അറയിലേക്ക് എടുക്കുന്നു അല്ലേ. അതാണ്, അങ്ങനെയാണ് നമ്മൾ. എന്നിട്ടപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. ഇനി നോക്കുക, ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകമാണ് വായു അറ. വെരി ഇമ്പോർട്ടൻറ്റ്. ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം, ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകമാണ് വായു അറകൾ അല്ലെങ്കിൽ ആൽവിയോളുകൾ എന്ന് പറയുന്നത്. ഇതിലൂടെ വാതക വിനിമയം നടക്കുന്നത് വായു അറകളിലാണ്. വാതക വിനിമയം, കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ അല്ലേ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ്, ആ വിനിമയം നടക്കുന്നത് ഏത് വഴിയാണ്? വായു അറകൾ അല്ലെങ്കിൽ ആൽവിയോളുകൾ വഴിയാണ്. ഈ ആൽവിയോളുകൾ വഴിയാണ് ഈ ഓക്സിജൻ രക്തത്തിലേക്ക് കലരുന്നത്. പറഞ്ഞ രക്തലോമികൾ എന്ന് പറഞ്ഞു. ആ രക്തലോമികളിലേക്ക് ഓക്സിജൻ കലരുന്നതും വായു അറകളിൽ വെച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിൻ്റെ ഫ്ലോ ചാർട്ടായിട്ട് നമുക്ക് ഒന്നോടെ ജസ്റ്റ് ഞാനിവിടെ കാണിക്കാം. എവിടെ നിന്നാണ് അപ്പോൾ വായു സ്റ്റാർട്ട് ചെയ്യുന്നത്? നാസാദ്വാരത്തിൽ നിന്ന് അല്ലേ. നാസാദ്വാരം, ദ്വാരത്തിൽ നിന്ന് എങ്ങോട്ടാ പോയുന്നേ? നാസാഗഹ്വരം അല്ലേ. ഇതാണ് ആ നമ്മുടെ വായുവിന്റെ സഞ്ചാരപാത കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണിത്. ആദ്യം വായു എവിടെ വന്നു? നാസാദ്വാരത്തിൽ വന്നു. അവിടെ നിന്ന് നാസാഗഹ്വരം, പിന്നെ എവിടെ വന്നു? ശ്വാസനാളത്തിൽ നിന്ന് എങ്ങോട്ട് വന്നത്? ശ്വസനിയിൽ നിന്ന് ശ്വസനിക വഴി എവിടെ എത്തിച്ചേർന്നു? വായു അറ അല്ലെങ്കിൽ ആൽവിയോളുകളിൽ എയറെത്തി. ഈ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഓർഡർ തെറ്റിച്ച് വേണമെങ്കിൽ നമുക്ക് തരാം. അപ്പോൾ അതുകൊണ്ട് ആ ഓർഡർ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇത് വായുവിൻ്റെ സഞ്ചാരപാതയാണ്. മനസ്സിലായില്ല എല്ലാവർക്കും? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പോയിന്റ്സുകൾ പഠിക്കുക. നാസാദ്വാരം, നാസാഗഹ്വരം, ശ്വാസനാളം, ശ്വസനിക, വായു അറ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് ശ്വാസന വ്യവസ്ഥ പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് ടേംസുകളാണ് ശ്രദ്ധിക്കുക. ഡയഫ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തെയും, അതായത് ഔരാശയത്തെയും ഉദരാശയത്തെയും അവിടെ ഔരസാശയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പേശി നിർമ്മിത, അതിനെ തമ്മിൽ വേർതിരിക്കുന്നു. ഓക്കെ, എന്താണ്? ഉദരാശയത്തെയും നമ്മുടെ ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഒരു ഭിത്തിയാണ് എന്തെന്ന് പറയുന്ന ഡയഫ്രം എന്ന് പറയുന്നത്. ഉദരാശയത്തെയും ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ് ഡയഫ്രം. ഇത് ശ്വസനത്തിനെ വളരെയധികം സഹായിക്കുന്ന ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി നെക്സ്റ്റ് ഇന്റർകോസ്റ്റൽ പേശികൾ. ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകൾക്കിടയിലുള്ള എന്താണ് പ്രത്യേകതരം പേശികളാണ് ഇന്റർകോസ്റ്റൽ പേശികൾ എന്ന് പറയുന്നത്. ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകൾക്ക് ഇടയിലുള്ള ഒരു പ്രത്യേകതരം പേശികളാണ് ഇന്റർകോസ്റ്റൽ പേശികൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുക, അടുത്തൊരു ടേമാണ് ലെസിത്തീൻ. എന്താണ്? വായു അറകൾ അടഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന രാസവസ്തുക്കളാണ് ലെസിത്തീൻ. വായു അറകൾ അടഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന രാസവസ്തുക്കളാണ് എന്ത്? ലെസിത്തീൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വേറൊരു ടൈമാണ് മാക്രോഫേജുകൾ. എന്താണ്? മാക്രോഫേജ്. വായു അറകളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കോശങ്ങളാണ് ഏത്? മാക്രോഫേജുകൾ എന്ന് പറയുന്നത്. വായു അറകൾ അല്ലെങ്കിൽ എന്തെന്നാണ് പറഞ്ഞത്? ആൽവിയോളകൾ അല്ലേ? വായു അറകൾ അല്ലെങ്കിൽ ആൽവിയോളകളിൽ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു കോശമാണ് അല്ലേ? പ്രത്യേക തരത്തിലുള്ള ഒരു കോശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മാക്രോഫേജുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ശ്വസനവേളയിൽ നമ്മൾ പറഞ്ഞു കുറച്ച് പൊടിപടലങ്ങളൊക്കെ നേസൽ ക്യാവിറ്റിയിൽ നമ്മൾ തങ്ങി നിൽക്കും എന്ന് പറഞ്ഞു. ശ്ലേഷ്മവും ഒക്കെ നേസൽ ഹെയർസും ഒക്കെ എന്ത് ചെയ്യുന്നു? കുറച്ച് പൊടിപടലങ്ങളെ അവിടെ തടഞ്ഞു നിർത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ കുറച്ചൊക്കെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വന്നാലും അങ്ങനെയുള്ള രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്നവരാണ് ആര്? മാക്രോഫേജുകൾ. ശ്രദ്ധിക്കുക, ശ്വസനവേളയിൽ ശ്വാസകോശത്തിലേക്ക് വരുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്നവരാണ് മാക്രോഫേജുകൾ. ഇത് ഓർത്തിരിക്കാൻ ഞാനൊരിത് പറയാം. മാക്രോ എന്ന് കരയുന്ന ആരാണ്? തവളയാണ് അല്ലേ? അപ്പൊ തവള എന്ത് ചെയ്യുന്നു? വിഴുങ്ങി എല്ലാത്തിനെയും വിഴുങ്ങുന്നു. അതേപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. മാക്രോ അല്ലേ? മാക്രോഫേജുകൾ അല്ലേ? എല്ലാത്തിനെയും പൊടിപടലങ്ങളെയും രോഗാണുക്കളെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്നവരാണ് മാക്രോഫേജുകൾ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത ശ്വാസകോശ പട്ടാളം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മാക്രോഫേജുകളാണ്. ഓക്കെ, ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മാക്രോഫേജുകളാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ശ്വാസകോശത്തെ പൊതിഞ്ഞ് ഒരു ഇരട്ട സ്ഥലമുണ്ട്. ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആരാണ്? പെരികാർഡിയ എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നവരാരാണ്? ഏത്? പ്ലൂറ എന്ന് പറയുന്നത്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് പ്ലൂറ എന്ന് പറയുന്നത്. പ്ലൂറയിൽ എന്തുണ്ട്? പ്ലൂറ ദ്രവം നിറഞ്ഞിരിക്കുന്നു. പ്ലൂറയിൽ പ്ലൂറ ദ്രവം നിറഞ്ഞിരിക്കുന്നു. ഇനി അതുകൂടാതെ ശ്വാസകോശത്തിൻ്റെയും ഔരാശയും ഭിത്തിയും ഈ പ്ലൂറ ദ്രവം നമ്മൾ പറഞ്ഞു, ഇത് നമ്മുടെ ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നവരാണ് പ്ലൂറ അല്ലേ? പ്ലൂറയുടെ അകത്തുള്ള ദ്രവമാണ് പ്ലൂറ ദ്രവം അല്ലെങ്കിൽ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പ്ലൂറ ദ്രവം അല്ലെങ്കിൽ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ശ്വാസകോശത്തിൻ്റെയും ഔരാശ ഭിത്തിയുടെയും ഇടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. ശ്വാസകോശത്തിൻ്റെയും ഔരാശ ഭിത്തിയുടെയും ഇടയിലുള്ള ഘർഷണം കുറയ്ക്കുക എന്നതാണ് പ്ലൂറ ദ്രവത്തിൻ്റെ ഫംഗ്ഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. ശ്വാസകോശം ശ്വസനവ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് ശ്വാസകോശം എന്ന് പഠിച്ചു. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണ് പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി എന്ന് പറഞ്ഞു. ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ നമ്മൾ നാസാധാരം മുതൽ വായു അറ വരെയുള്ള ഭാഗങ്ങൾ പഠിച്ചു. പിന്നെ എന്താണ്, നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇന്റർകോസ്റ്റൽ പേശികൾ, ലെസിത്തീൻ, മാക്രോഫേജുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്രോഫേജുകൾ ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്ന മാക്രോഫേജുകളാണ് പഠിച്ചു. പിന്നെ അതിനെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ എന്ന് പഠിച്ചു. പ്ലൂറയുടെ ഉള്ളിലുള്ള ദ്രവം പ്ലൂറ ദ്രവം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.